ഹലോ, അപ്പോൾ ഇന്നൊരു ക്രിസ്മസ് ട്രീ അപാരതയാണ് മേമിയുടെ എൻ്റെ കൂടെ. പിന്നെ എൻ്റെ കസിൻസ് ഷാസുൽ ഷാൻ ഇവരുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നത് വളരെ മോശമാണെന്നാണ് മേമി പറഞ്ഞത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ. പിന്നെ പെട്രോൾ അടിച്ച് ഇബിൻ ബത്തുത്തമാളത്ത് ഇതേപോലത്തെ ഒരു കുത്തമ്മിനാറല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനേക്കാളും കുറച്ചുകൂടി ചേർത്ത്. പിന്നെ ഹോം സെറസിലാണ് കയറിയത്. അവിടെ കൊണ്ട് കുറേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ക്രിസ്മസ് ട്രീയുടെ. അപ്പോൾ ഏറ്റവും ക്യൂട്ടും അഫോർഡബിളും ആയിട്ടുള്ള ഈ ഒരു മിസ്റ്റ് പോലത്തെ ക്രിസ്മസ് ട്രീ ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. പിന്നെ വീട്ടിൽ ഓൾറെഡി ഡെക്കറേഷൻസ് ഉള്ളതുകൊണ്ട് വാങ്ങണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ കുറേ എണ്ണം വാങ്ങിച്ചു. പിന്നെ ഇങ്ങനത്തെ ഒരു ക്യൂട്ട് ചാമ്, പിന്നെ ഒരു ക്യാൻഡിൽ, പിന്നെ സ്റ്റാർ വിത്ത് ലൈറ്റ്. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ അവിടെ ക്രിസ്മസ് ട്രീ മാത്രം വാങ്ങാനാണ് ഞങ്ങൾ പോയതെങ്കിലും ആ കട മൊത്തം ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഈ കാണിക്കുന്ന കണ്ടപ്പോഴേ മീമി പറഞ്ഞു ബി കെയർഫുൾ. അവൻ കേട്ടത് ബി കെയർലെസ് എന്നാണ് തോന്നുന്നു. പറഞ്ഞതുപോലെ അറം പറ്റി. അപ്പോൾ ഇതിൻ്റെ ആർട്ടിസ്റ്റാണ് ചിരിക്കുന്ന കണ്ട് അടി കിട്ടാനുള്ള ചിരിയാണ്. പിന്നെ മറ്റവൻ അത് പൊട്ടിച്ചുകൊണ്ട് അവന് ചീത്തയേക്കൊന്നും പറഞ്ഞിട്ട് പേടിച്ച് അവിടെ പോയി നിൽക്കുന്നു. അപ്പോൾ ഈ കട മൊത്തം വാങ്ങിച്ച് ഞങ്ങൾ അങ്ങ് ഇറങ്ങി. പിന്നെ ഒരു പിസയും കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി. ഇവിടെയാണ് ഞാനും ഷാനും ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങുകയല്ലേ എന്നുള്ള മൈൻഡ് സെറ്റിൽ ടൈം ലാപ്സ് ഇട്ട് അങ്ങനെ അങ്ങ് തുടങ്ങി. വലിയ ക്രിസ്മസ് ട്രീ ആദ്യമായിട്ടാണ് ഞങ്ങൾ വാങ്ങുന്നത്. പിന്നെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതിന് മാത്രം ഉണ്ടായിരുന്നില്ല. എന്നാലും വേഗം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെക്കറേഷൻസ് തുടങ്ങി. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഈ കെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പഴന്നു. കെട്ടിയ മനുഷ്യന് മതി കഴിഞ്ഞ് കെട്ടാൻ വയ്യ എന്നുള്ള രീതിയിലായി. അപ്പോൾ കുറച്ചുകൂടി ബാക്കിയുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, കസിൻ്റെ കൂടെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണല്ലേ, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ റിയാലിറ്റി കണ്ടിട്ടല്ലോ. റിയാലിറ്റി ആക്ച്വലി ഇതാണ്. ഇതിന്റെ റിബൺ അവിടെ കണ്ണാണ് നിന്റെ മുന്നിൽ ഇരിക്കണോ? ഇത് കണ്ണ് കാണാൻ പറ്റില്ല കേട്ടോ. അതാ കണ്ണ് കാണാൻ. You put it through the hole and then you tie it. കണ്ടല്ലോ, ദിസ് ഇസ് വാട്ട് ഹാപ്പനിങ് ബിഹൈൻഡ്. അതിന് ശേഷം ഞങ്ങൾ പണ്ടത്തെ ചെറിയ ക്രിസ്മസ് ട്രീത്തെ ഡെക്കറേഷൻസ് ഒക്കെ ഊരിയെടുത്തിട്ട് ഷയാനിന് കൊടുത്തു. അതാണ് ഞാൻ വെറുതെ ഹാങ് ചെയ്താൽ മതി. അപ്പോൾ ഹാങ്ങും ചെയ്തു. പിന്നെ ഈ സ്റ്റാർ വിത്ത് ലൈറ്റ്, ആ ലൈറ്റ് വർക്ക് ചെയ്തല്ല ഗൈസ്, അവർ ഞങ്ങളെ തേച്ചു. അതായിരുന്നു ആ ചെറിയൊരു സ്റ്റോറി. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ റിസൾട്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ് ലുക്സ് റിയലി ക്യൂട്ട്. പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഡാൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ വീഡിയോ അങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അടുത്തൊരു വീഡിയോ കാണാം.